Hey all, assalamualaikum. Welcome back to our channel. So ഇന്നത്തെ നമ്മളുടെ വീഡിയോ കൊറിയർ പാക്കിങ്ങിനെ കുറിച്ചിട്ടാണ്. ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് ബർത്ത്ഡേ ഗിഫ്റ്റ് ബോക്സിൻ്റെ പാക്കിംഗ് ആണ്. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പാണ് ഈ ഒരു പാക്കിംഗ് എന്ന് പറയുന്നത്. ഈ പാക്കിങ്ങിന് എപ്പോഴും നമ്മൾ നല്ല ഇമ്പോർട്ടൻറ്റ് കൊടുക്കണം. കാരണം നമ്മൾ അത്രയും റിസ്ക് എടുത്ത് വർക്കൊക്കെ ചെയ്ത് കഴിഞ്ഞ് കസ്റ്റമറുടെ കയ്യിൽ വല്ല ഡാമേജും ആയിട്ട് എത്തിക്കഴിഞ്ഞാൽ അവർക്കും ബുദ്ധിമുട്ടായിരിക്കും, അത് കേൾക്കുന്ന നമുക്കും ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മൾ പാക്ക് ചെയ്യുമ്പോൾ ഭയങ്കര ശ്രദ്ധിച്ചിട്ട് തന്നെ ചെയ്യാം. അപ്പോൾ നമുക്ക് പാക്കിങ്ങിലേക്ക് കടക്കാം. ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് നോർമൽ ബ്രൗൺ കളർ പേപ്പറാണ്. നമ്മൾ സാധാരണ കൊറിയർ പാക്കിങ്ങിന് യൂസ് ചെയ്യുന്ന പേപ്പർ തന്നെയാണ്. എനിക്ക് ഇതിനോടാണ് കൂടുതൽ താല്പര്യം. ഇതൊരു നല്ലൊരു സ്റ്റാൻഡേർഡ് ലുക്കാണ് പാക്കിംഗ് കഴിഞ്ഞ് വരും. ഞാനിവിടെ നോർമൽ വൈറ്റ് ടാപ്പാണ് യൂസ് ചെയ്യുന്നത്. ഏത് ടാപ്പും യൂസ് ചെയ്യാം കേട്ടോ. ആ ഒരു പാക്കിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ജസ്റ്റ് റിബൺ കൊണ്ട് ഒരു ടൈ കെട്ടി കൊടുക്കുകയാണ്. ഇതിൽ നമുക്ക് ടാഗ്സും അതുപോലെ നമ്മളുടെ ലോഗോ അങ്ങനെയൊക്കെ കെട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്തത്. പക്ഷേ ഞാൻ ഒട്ടിക്കാണ് കേട്ടോ ചെയ്തത്. ഇത് ജസ്റ്റ് ഒന്ന് ടൈ ആക്കി കെട്ടിയിട്ട് നോർമൽ സെല്ലോ ടാപ്പ് കൊണ്ട് തന്നെ ഒട്ടിക്കാണ് കേട്ടോ ചെയ്തത്. അങ്ങനെ ചെയ്യുമ്പോൾ നല്ലൊരു ലുക്ക് ഉണ്ട് കാണാൻ. ഇനിയിപ്പോൾ ഫൈനലി ഗ്ലാസ് പേപ്പർ കൊണ്ട് ജസ്റ്റ് ഒന്ന് കവർ ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഏറ്റവും ലാസ്റ്റായിട്ട് നമുക്ക് നമ്മളുടെ ബോക്സിലേക്ക് ഇറക്കി വെക്കാനാണുള്ളത്. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള ബോക്സ് കുറച്ച് വലിയ സൈസാണ്. അപ്പോൾ ഇതിൽ ഇനിയിപ്പോൾ ഫിറ്റായിട്ട് വെക്കണം. അപ്പോൾ ഞാൻ കുറച്ച് പേപ്പേഴ്സൊക്കെ എടുത്തിട്ട് സൈഡിലൊക്കെ ആയിട്ട് നല്ല ഫിറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് ഫുള്ളായിട്ട് ടാപ്പ് ചെയ്യണം. ടാപ്പിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ ഏറ്റവും ലാസ്റ്റ് വരുന്നത് അഡ്രസ്സ് വെക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഞാനതൊരു പേപ്പറിൽ എഴുതിയിട്ടുണ്ട്. അത് വെച്ചിട്ട് മേലെ ടാപ്പ് കൊണ്ട് ഒട്ടിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇതോടെ നമ്മളുടെ പാക്കിങ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ ചെയ്യണം, ഇങ്ങനെ തന്നെ ചെയ്യണം എന്നൊന്നുമില്ല. നമുക്കുള്ളത് നമ്മളുടെ കസ്റ്റമറുടെ കയ്യിൽ നല്ല സേഫായ രീതിയിൽ എത്തണം എന്നാണ്. അപ്പോൾ ഇതിൽ നിന്ന് വല്ല ടിപ്സോ കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യുക. അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. താങ്ക് യു.